പച്ചക്കറി മാർക്കറ്റിൽ ഫുട്പാത്തുകൾ കയ്യേറി വ്യാപാരം. പച്ചക്കറികൾ കൊണ്ടുവരുന്ന കുട്ടികളും മറ്റും എതിർവശത്തെ റോഡിലാണ് സൂക്ഷിക്കുന്നത്. ഇതോടെ വാഹന ഗതാഗതവും ഒപ്പം കാൽനടയാത്രയും ദുഷ്കരമാവുകയാണ്. തൊടുപുഴ കോതായിക്കുന്ന് ബൈപ്പാസിന്റെ പ്രവേശന കവാടം കൂടിയാണ് പച്ചക്കറി മാർക്കറ്റ്. മാർക്കറ്റിലാണ് ഫുട്പാത്ത് കയ്യേറിയുള്ള കച്ചവടം നടക്കുന്നത്. തൊട്ടു ചേർന്നുള്ള പഴം, പച്ചക്കറി സ്റ്റാളുകളെല്ലാം ഉൽപ്പന്നങ്ങൾ ഫുട്പാത്തിലേക്ക് ഇറക്കി വെച്ചാണ് കച്ചവടം നടത്തുന്നത്. മുൻപ് നഗരസഭ നടപടിയെടുക്കാറുണ്ടായിരുന്നെങ്കിലും ഏറെക്കാലമായി ഫുട്പാത്തുകൾ വ്യാപാരികളുടെ ഇഷ്ടത്തിന് വിട്ടു നൽകിയിരിക്കുകയാണ്. പച്ചക്കറി സ്റ്റാളുകളുടെ എതിർവശത്താകട്ടെ പച്ചക്കറികൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കൊട്ടകൾ റോഡിൽ ഇട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, സ്റ്റാളുകളുടെ വാതിലുകളായി ഉപയോഗിക്കുന്ന ഇരുമ്പ് ഗ്രില്ലുകളെല്ലാം റോഡിൽ നിരത്തി വെച്ചിരിക്കുന്നതും കാണാം. ഇതുമൂലം കാൽനടക്കാർക്കെല്ലാം നടുറോഡിലൂടെ നടക്കേണ്ട ഗതികേടാണ് ഉള്ളത്. ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ കൂടി എത്തുന്നതോടെ ഗതാഗത തടസ്സം പതിവാണ്. മിക്കപ്പോഴും ഏറെ പണിപ്പെട്ട് വേണം കാൽനടക്കാർക്കും വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലേക്കും കടന്നുപോകാൻ. മുനിസിപ്പൽ മൈതാനിയോട് ചേർന്ന് ഈ റോഡ് ഭാഗത്തിന് ആവശ്യത്തിന് വീതിയുണ്ടെങ്കിലും ഇത്തരം കയ്യേറ്റങ്ങൾ മൂലം റോഡിന്റെ പകുതിയോളം ഭാഗം പോലും ഇപ്പോൾ യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. മറ്റു ഭാഗങ്ങളിലെല്ലാം നഗരസഭ അധികൃതർ റോഡും ഫുട്പാത്തും കയ്യേറിയുള്ള വ്യാപാരങ്ങൾക്കെതിരെ നടപടിയെടുക്കാറുണ്ടെങ്കിലും ഈ ഭാഗങ്ങളെ മാത്രം നടപടികളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഗാന്ധി സ്ക്വയറിൽ നിന്ന് കോതായിക്കുന്ന് റോഡിലേക്കും കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡിലേക്കുമുള്ള എളുപ്പവഴികൾ ഒന്നുകൂടിയാണ് ഈ ബൈപ്പാസ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഇതിന്റെ ഇരുപുറങ്ങളിലുമായി ഉണ്ട്. ഗതാഗത തടസ്സം മൂലം ഇതുവഴിയുള്ള യാത്ര ഇപ്പോൾ ദുരിതപൂർണമാണ്.